പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഹലോ ചോദിച്ചോ ഹലോ ചോദിച്ചു വിധി എന്ന് പറഞ്ഞാൽ 6 വകുപ്പുകളായിട്ട് നമ്മൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് 6 വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ 376 IPC പ്രകാരമുള്ള പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയതിൽ 10 വർഷവും 1 ലക്ഷം രൂപയും ശിക്ഷ നൽകിയുണ്ടായി. IPC 320 പ്രകാരമുള്ളതിന് 1 വർഷം, അതുപോലെ IPC 354 1 വർഷവും 3000 രൂപയും, 357 B IPC പ്രകാരമുള്ളതിന് 3 വർഷവും 5000 രൂപയും, കൂടാതെ SC/ST ആക്ട് 3(2)B പ്രകാരം ലൈഫ് ഇംപ്രിസ്മെൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ കോവിഡ് സമയത്തുള്ള കോവിഡിൻ്റെ തീവ്രമായ സമയത്തായിരുന്നു ഇത് കേസുണ്ടായത്. ഇൻവെസ്റ്റിഗേഷൻ അന്ന് വളരെ പാടായിരുന്നു. കുട്ടിയുടെ മൊഴിയെടുക്കുക, അതുപോലെ സാക്ഷികളെല്ലാം തന്നെ ക്വാറൻറ്റൈൻ പോയി, ഡോക്ടർമാരെല്ലാം ക്വാറൻറ്റൈൻ പോയി. അങ്ങനെ വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്നത്. അന്ന് നല്ല ടീമുണ്ടായിരുന്നു. അന്നത്തെ പന്തളം CN ശ്രീകുമാറെ, അതുപോലെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സൈമൺ സാറ്, അങ്ങനെ ഒരു ടീമായിട്ട് നിന്നാണ് അന്ന് ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം സമയത്തിനുള്ളിൽ തന്നെ 50 ദിവസത്തിൽ കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന ഇപ്പോഴത്തെ SP വിജി വിനോദ് കുമാർ സാറും, മുമ്പിരുന്ന SP ഐ സാറ്, അതുപോലെ മുമ്പിരുന്ന SP നിശാന്തിനി IPS മേഡം അവർ, കൂടാതെ ഇപ്പോഴത്തെ DIG അജിത ബേഗം അവർക്കെല്ലാം തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തിയുണ്ടായി. വിധിയിൽ വളരെ സന്തോഷമുണ്ട്. പ്രധാനമായും പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു, DNA റിസൾട്ട് കിട്ടിയുണ്ടായി, പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി, പിന്നെ GPS ആംബുലൻസ് GPS ട്രാക്ക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതിയിൽ ഹാജരാക്കിയുണ്ടായി. അതെ, പെൺകുട്ടി വളരെ ധൈര്യസമേതം കോടതി മുമ്പേ ആയാലും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് മൊഴി പറയാൻ പറ്റിയുണ്ടായി. ഈ കുട്ടി അതിനുശേഷം റിക്കവർ ചെയ്യാൻ തന്നെ വളരെ സമയമെടുക്കുകയുണ്ടായി. ഈ ഒരു ക്രൂരമായ നടപടി അല്ലെ പ്രതിയുടെ ഭാഗത്തുണ്ടായി ക്രൂരമായ ഈ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി റിക്കവർ ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുക്കുകയുണ്ടായി. എല്ലാ തെളിവുകളും കൊടുക്കുകയുണ്ടായി. എല്ലാം എടുത്ത് അന്ന് ആ ടീമെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുണ്ടായി. പത്തനംതിട്ടയിൽ ആംബുലൻസിനുള്ളിൽ വെച്ച് കോവിഡ് ബാധിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും, പ്രതിയായ നൗഫലിന് ജീവപര്യന്തം തടവും 1,80,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ച. വിവരങ്ങളാണ് ഇപ്പോൾ നൽകാനായി സുജു ടി ബാബു ചേരുന്നു. അല്പം മുമ്പ് അഡീഷണൽ SP ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സുജു, വളരെ കൃത്യമാണ് പോലീസ് പറഞ്ഞ, അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ്, അഡീഷണൽ SP പറഞ്ഞ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ. ഒന്ന്, കോവിഡ് സമയത്താണ് ഈ ക്രൂരമായ പീഡനം നടന്നത്. 50 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ ഈ പീഡനത്തിനായ പെൺകുട്ടിക്ക് വലിയ ആഘാതമുണ്ടായി, മൊഴി നൽകുന്നതിനടക്കം വലിയ താമസം നേരിട്ടു. പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ പെൺകുട്ടി മൊഴി നൽകി. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സുജു ടി ബാബു? നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഒപ്പം തന്നെ ചേരുന്നുണ്ട്. സാർ, ഓരോ ദിനം പ്രത്യേകം അനുഭവിക്കണം. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരുന്നു, കുട്ടിയുടെ മൊഴി, DNA, അങ്ങനെ എല്ലാ ശാസ്ത്രീയമായ തെളിവുകളും ഹാജരാക്കിയിരുന്നു. ശിക്ഷ 376 IPCക്ക് 10 വർഷവും 1 ലക്ഷം രൂപയും, 323 IPCക്ക് 1 വർഷം, അതുപോലെ 357 IPCക്ക് 1 വർഷവും 3000 രൂപയും, 357 B IPCക്ക് 3 വർഷവും 5000 രൂപയും, SC/ST ആക്ട് പ്രകാരമുള്ളത് 1 വർഷം, കൂടാതെ SC/ST ആക്ട് 3(2)B പ്രകാരം ലൈഫ് ഇംപ്രിസ്മെൻ്റ് 1 ലക്ഷം രൂപയും. ഓരോ ശിക്ഷയും പ്രത്യേകം അനുഭവിക്കണം. ലൈഫ് ഇംപ്രിസ്മെൻ്റ് ഉണ്ട്. എന്തൊക്കെ കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്? കൊണ്ട് റേപ്പ്, കുട്ടിയെ കൈകൊണ്ട് അടിച്ചു, പിന്നെ സ്ത്രീത്വത്തെ അപമാനപ്പെടുത്തി,
തുടങ്ങിയ എല്ലാ വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഒരു അന്വേഷണമായിരുന്നു. 5 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിരുന്നു. കുറ്റപത്രം 50 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സ്ഥാപിക്കുകയുണ്ടായി, കോടതി സമർപ്പിക്കുകയുണ്ടായി. പ്രോസിക്യൂഷനും പോലീസിനെ സംബന്ധിച്ചുള്ള വിജയം തന്നെയാണ്. അതെ അതെ, മാതൃകപരമായ ഒരു ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അതെ സന്തോഷം. ആളുകൾക്ക് താക്കീത് നൽകുന്ന. അതെ തീർച്ചയായിട്ടും ഇപ്പം അഡീഷണൽ DYSP ആണ് നമ്മുടെ സംസാരിച്ചിരിക്കുന്നത്. DYSP അഡീഷണൽ SP അദ്ദേഹം പറഞ്ഞ കൃത്യമായ ഒരു ശിക്ഷ ലഭിച്ചിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ചോളം 50 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചത് നേട്ടമായി തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ അതിജീവിതയുടെ ധൈര്യപൂർവ്വം നിലപാട്, ഈ കേസിൽ പരാതിയായി ആദ്യം എത്തുന്ന അതിജീവിത തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് കോവിഡ് കാലത്ത് 2020 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഈ പെൺകുട്ടി അടൂരിൽ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പന്തളത്തെ കോവിഡ് സെൻ്ററിലേക്കാണ് ഈ കുട്ടിയെ 108 ആംബുലൻസിൽ കൊണ്ടുവരുന്നത്. മറ്റൊരു യുവതിയും ഒപ്പമുണ്ടായിരുന്നു. ഈ ഡ്രൈവർ കായംകുളം സ്വദേശി നൗഫൽ, ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്ന നൗഫൽ, ഈ പന്തളത്തേക്ക് എത്തുന്നതിന് പകരം ആദ്യം ഈ ഒപ്പമുണ്ടായിരുന്ന യുവതിയെ കോഴഞ്ചേരിയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷമാണ് പെൺകുട്ടിയെ പന്തളത്തിലേക്ക്, അതായത് ആദ്യം എത്തേണ്ടിരുന്നത് പന്തളം വഴിയാണ് കോഴഞ്ചേരിക്ക് എത്തേണ്ടെങ്കിൽ അത് റൂട്ട് മാറ്റി ബോധപൂർവം ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ പന്തളത്തെത്തുന്നതിന് പകരം ആദ്യം കോഴഞ്ചേരി എത്തുന്നു. പിന്നീട് പന്തളത്ത് നിന്ന് പുറപ്പെട്ട് ആറന്മുളയിലെ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ വെച്ചാണ് ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയോട് ഈ പ്രതി മാപ്പ് അപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പെൺകുട്ടി മൊബൈലിൽ പകർത്തുകയും ഇതുൾപ്പെടെയുള്ള ഡിജിറ്റൽ എവിഡൻസ് ആണ് പെൺകുട്ടി പോലീസിന് പരാതിയായി നൽകിയത്. കേസ് കൃത്യമായ അന്വേഷണം നടത്തുവാനും തെളിവ് കോടതിയിൽ ഹാജരാക്കാനും പോലീസിന് ഈ പെൺകുട്ടിയുടെ ഇത്തരം ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കിയത് ഏറെ സഹായകരമായി തീരുകയും ചെയ്തു. പിന്നീട് ഈ ആംബുലൻസിൻ്റെ റൂട്ട് മാപ്പ്, അതുപോലെ DNA പരിശോധന തുടങ്ങി സാക്ഷിമൊഴികൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ അന്വേഷണം പൂർത്തിയാക്കി 50 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഏറെ വെല്ലുവിളിയായിരുന്നു. കോവിഡ് സമയമായിരുന്നു. അതിനാൽ തന്നെ പെൺകുട്ടിക്ക് പിന്നീട് കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിന് മൊഴിയെടുക്കുക എന്നതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സങ്കീർണമായ പ്രക്രിയയായിരുന്നു. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഒപ്പം തന്നെയാണ് വളരെ നിർണായകമായ മറ്റൊരു കാര്യം, ഈ GPS ട്രാക്കിംഗ് സംവിധാനം അതടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്തു. നേരത്തെ സുജു പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുപോകുന്നതിന് പകരം മറ്റ് മേഖലകളിലൂടെ കറങ്ങിയതിന് ശേഷമാണ് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തത്. ഇതെല്ലാം GPS ട്രാക്കിലൂടെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. അതുതന്നെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ സമയത്ത് മിക്കവാറും ആ ഡോക്ടർമാരൊക്കെ, സാക്ഷികളായ ആളുകളൊക്കെ ക്വാറന്റൈനിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായിരുന്നു ഈ അന്വേഷണം. പക്ഷേ 50 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. പോലീസിന് ലഭിക്കുന്ന മികച്ച നേട്ടങ്ങളിൽ ഒന്ന് എന്ന് തന്നെ കൂടി പറയേണ്ടി വരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും ഈ കേസ് നമുക്കറിയാം, സാമൂഹ്യ മനസാക്ഷി ഞെട്ടിച്ചൊരു കേസായിരുന്നു. സംഭവം ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇതിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും സങ്കീർണമായിരുന്നു. ഇപ്പോൾ സിജു സൂചിപ്പിച്ച പോലെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് പറഞ്ഞത്. ഈ കോവിഡ് ഘട്ടത്തിൽ ഈ ഇഴയായ പെൺകുട്ടിയുടെ അതിജീവിതയുടെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ഉൾപ്പെടെ തെളിവ് ശേഖരി അവരുടെ മൊഴിയെടുക്കുക അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം പലരും ക്വാറന്റൈനിലായിരുന്നു, പെൺകുട്ടിയും ക്വാറന്റൈനിലായിരുന്നു എന്നുള്ള ഘട്ടം. അതിനോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇത്തരം കേസുകളിലൊക്കെ പ്രധാനമായി മൊഴികൾ ഇത്തരം കേസുകളിൽ അപൂർവമാണ്. കാരണം ലൈംഗിക പീഡനം പോലുള്ള കേസിൽ അതിലൊക്കെ തന്നെ ഈ അതിജീവിത മൊഴി തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതിനോടൊപ്പം തന്നെയാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇവിടെ കൃത്യമായി തന്നെ പോലീസ് ഈ ആംബുലൻസിൻ്റെ റൂട്ട് മാപ്പ് 108 അത് ലഭ്യമായിരുന്നു. അതുപോലെ തന്നെ DNA പരിശോധന, മറ്റ് തെളിവുകൾ, ഈ ഡിജിറ്റൽ എവിഡൻസായി പെൺകുട്ടി തന്നെ ഈ പ്രതി മാപ്പ് പറയുന്ന ഡിജിറ്റൽ എവിഡൻസായി കൊടുത്തു. ഇതെല്ലാം പോലീസ് കൃത്യമായി ശേഖരിക്കുകയും അതെല്ലാം കോടതിയിൽ അതിൻ്റെതായ വസ്തുതാപരമായി വാദിക്കാനും പോലീസിന് സാധിച്ചു. അതിൻ്റെ വിജയം കൂടിയാണ് ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്തിയതെന്നാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിധിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് നടക്കുമ്പോൾ ഇപ്പോൾ DYSP തന്നെ ആ പെൺകുട്ടി വലിയൊരു ട്രോമയിലേക്ക് പോയ കാര്യം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഈ കോടതിയിൽ തന്നെ വിചാരണ വേളയിൽ ഈ പ്രതിയുടെ ശബ്ദ സന്ദേശം കേൾക്കുമ്പോഴും പെൺകുട്ടി ബോധരഹിതയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു മാനസികമായ പീഡനം കൂടിയാണ് പെൺകുട്ടി അനുഭവിക്കേണ്ടത്. പിന്നീടും അത് തുടർന്നും അതിന്റെ ആഘാതങ്ങൾ, വിഷമങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ പെൺകുട്ടിയോട് മാപ്പപേക്ഷ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്ന് പറഞ്ഞു. അതായത് അവിടെ അതിനുശേഷമായിരുന്നു മൊബൈൽ പകർത്തി, അതോ ഈ വാട്സപ്പ് സന്ദേശം വഴിയായിരുന്നോ ഈ പ്രതി മാപ്പപേക്ഷ നടത്തുകയും ചെയ്തത്? അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ നന്നാകും.
അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിന് ശേഷം തന്നെ പെൺകുട്ടിയോട് ഇദ്ദേഹം മാപ്പപേക്ഷ നടത്തുന്നു. ഇതുൾപ്പെടെയാണ് കോടതിയിൽ തെളിവായി ഹാജരാക്കിയത്. ഇതാണ് പോലീസിന് കൊടുക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ സഹിതമാണ് പെൺകുട്ടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസിന് വളരെ വേഗത്തിൽ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കേസിന്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുന്നു. അതിൽ കുറ്റക്കാരന് ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ്. പഴുതടച്ച അന്വേഷണം നടത്തി 50 ദിവസത്തിനുള്ളിൽ ഇതിന് കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. പിഴ തുക ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അത് അന്വേഷണത്തിന്റെ മികവായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ സൂചിപ്പിച്ച പോലെ അന്വേഷണ ഘട്ടത്തിലെല്ലാം തന്നെ പോലീസിന്റെ ഒരു മികവ്, അത് പോലീസ് കൃത്യമായി കോടതി രേഖകൾ ഹാജരാക്കാനും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞിരിക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ബാധിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഷാദിന്, കായംകുളം സ്വദേശി നൌഷാദിന് ജീവപര്യന്തം തടവും ഒപ്പം തന്നെ 1,08,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത്.